ഇതാണ്ട മഞ്ഞളിന്റെ ഒക്കെ പൂവ് കണ്ട. മഞ്ഞളിന്റെ പൂവ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പൂവ് കണ്ട. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പൊ ഈ കരിമഞ്ഞള്, കസ്തൂരി മഞ്ഞള്, നമ്മുടെ സാധാ മഞ്ഞള്, ഈ മഞ്ഞക്കൂവ, ഇത് മഞ്ഞക്കൂവ ഉണ്ടാം. അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ പൂവ് ഉണ്ടാവുമെന്ന്. പൂവ് ഉണ്ടാവണത് അവർ വിചാരിച്ചിരിക്കണത് അത് വേറെ മഞ്ഞളാന്നൊക്കെയാണ്. പക്ഷെ എല്ലാ തരം മഞ്ഞളിനും ഇതേപോലെ പൂക്കൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കരിമഞ്ഞൾ നട്ടാലും ഉണ്ടാവും, നമ്മുടെ സാധാ മഞ്ഞളിനും ഉണ്ടാവും, കസ്തൂരി മഞ്ഞളിനും ഉണ്ടാവും, ഈ മഞ്ഞക്കൂക്കും ഉണ്ടാവും. കണ്ട ഇതേപോലെയാണ് പൂക്കൾ വന്നത്. നല്ല ഒരു കൊലയിട്ട് വന്നിട്ടാണ് പൂ ഉണ്ടാവണത്. കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയ പൂ കാണാനായിട്ട്. ഈ പൂവിൻ്റെ ഇടകളിന്ന് കണ്ട മഞ്ഞ വേറെ പൂക്കളും ഉണ്ടാവും. കണ്ട ഇതേപോലെ നല്ല പിങ്ക് കളറില പൂക്കളാണ് ഈ മഞ്ഞളിൻ്റെ പൂക്കൾ. അപ്പം ഇത് നമ്മുടെ മഞ്ഞക്കൂവയുടെ ചെടിയാണ്. കണ്ട മഞ്ഞക്കൂവ നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് പറിച്ചെടുക്കണം. കണ്ട അപ്പം ഇതാണ് മഞ്ഞക്കൂവ എന്ന് പറയണത്. മഞ്ഞക്കൂവ എന്ന് പറഞ്ഞാൽ കണ്ട കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടണ ഒരു കൂവേണ്ടി മഞ്ഞക്കൂവ. പിന്നെ നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കണം നമ്മൾ പൊടിക്കണ മഞ്ഞളിൽ അതിൽ ഭൂരിഭാഗവും മഞ്ഞക്കൂവയാണ് ഉണക്കി ചേർക്കണത്. ഇത് നല്ല ഒരു കട നട്ടാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ മഞ്ഞക്കൂവ. അപ്പം മഞ്ഞക്കൂവ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പം നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടകളിൽ മേടിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും ഈ മഞ്ഞക്കൂവയാണ് എടുത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ പൗഡർ മഞ്ഞ കളറാണ് പൗഡറിന്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എല്ലാവരും കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരുന്ന ഒരു കൂവയാണ് ഈ മഞ്ഞക്കൂവ. പക്ഷേ ഇത് നമ്മൾ മുഖത്തിടാനൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഭയങ്കര പുകച്ചിലും നീറ്റ് ഇട്ടുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇത് നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക, കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കാനായിട്ട്. നമ്മുടെ സാധാ കൂവ നമ്മൾ ഇതിപ്പോൾ അരച്ച് കലക്കി നമ്മൾ ഊറി വരണ പൗഡറാണല്ലോ നമ്മൾ കൂവപ്പൊടിക്ക് ഉപയോഗിക്കുക. അതേപോലെ തന്നെയാണ് ഇതും നമ്മൾ കൂവപ്പൊടിയായിട്ട് എടുക്കേണ്ടത്. ഇതിന് യാതൊരു പരിചരണവും വേണ്ട കേട്ടോ. പറമ്പിൽ നമ്മൾ ഒരു കട നട്ടാൽ ഇഷ്ടം പോലെ ആയിരിക്കും പറിക്കുമ്പോൾ. ചാക്ക് കണക്കിന് നമുക്ക് പറിക്കാൻ കിട്ടും. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് മഞ്ഞക്കൂവയൊക്കെ. അപ്പോൾ നമുക്ക് കൂവപ്പൊടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു മണമൊക്കെയാണ് കേട്ടാ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് തരാറുണ്ട്. അപ്പം കസ്തൂരി മഞ്ഞളല്ല ഇത് മഞ്ഞക്കൂവയാണ്. അപ്പോൾ മഞ്ഞളിൻ്റെ പൂവാണ് ഈ കാണുന്നത്. അപ്പോൾ മഞ്ഞളിൻ്റെ പൂവ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂ വന്നപ്പോൾ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ മഞ്ഞൾ വർഗത്തിനൊക്കെ വന്ന പൂവ് ഒരേപോലത്തെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കണ്ട മഞ്ഞക്കൂവയുടെ ചെടിയും കണ്ടോ. അപ്പോൾ മഞ്ഞക്കൂവയുടെ അപ്പം നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ ചെടിയുടെ നടുക്ക് നീല വരവൊന്നും ഉണ്ടാവില്ല. കണ്ട കരിമഞ്ഞളിൻ്റെ എല്ലാം ഏകദേശം ഇതേപോലെ തന്നെയാണ് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ പ്ലെയിൻ കളറല്ലേ ഇരിക്കുള്ളൂ. ഈ മഞ്ഞക്കൂവക്കാണ് നടുക്ക് നീല വര വന്നത്. അപ്പോൾ അതിൻ്റെ ഇലകളാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും മഞ്ഞളിൻ്റെ പൂ കാണാത്തവരൊക്കെ ഈ പൂ കണ്ടോളൂ. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.